ആനയുടെ മഡ്ബാത്ത് കണ്ടിട്ടുണ്ടോ? കടയുടെ ഗർജനം കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ തന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ള ബന്ദിപ്പൂർ കാട്ടിക്കൂടെ നമ്മൾ പോകുന്ന ഓരോ നിമിഷവും ഓരോ കൗതുകങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് തന്നെ വരാം. ഞാനിപ്പോൾ കറങ്ങി നിൽക്കുന്ന ബാംഗ്ലൂർ ആയതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് വണ്ടി കിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ വണ്ടി കയറണം. അപ്പോൾ ഇപ്പം മൈസൂർ വണ്ടിയിലേക്ക് കയറുവാണ് നമ്മൾ. അങ്ങനെ ഒരു ഉദ്ദേശം 6 മണിയോടി നമ്മൾ മൈസൂർ എത്തി കേട്ടോ. മൈസൂരിൽ നിന്ന് വേണം ഇനി നമുക്ക് ഒന്നെങ്കിൽ ഊട്ടി വണ്ടി കയറണം അല്ലെങ്കിൽ വയനാട് വണ്ടി കയറണം. ഞാൻ കർണാടകയിൽ തന്നെ ഊട്ടി വണ്ടി കേട്ടോ വീണ്ടും കയറിയേക്കുന്നതെന്ന് പറയുന്നത്. മൈസൂരിൽ നിന്ന് വീണ്ടും ബന്ദിപ്പൂരിലേക്ക് ഏകദേശം 70 കിലോമീറ്ററുണ്ട്. പക്ഷേ ഈ 70 കിലോമീറ്റർ നമുക്ക് വീണ്ടും കണ്ണിറയെ കാഴ്ചകളാട്ടോ. 1 മണിക്കൂർ പോകുന്ന സമയം അറിയത്തേയില്ല. നമുക്കിനി അവിടെ എത്താൻ ഏകദേശം ഒരു 19 കിലോമീറ്ററും കൂടെ ഉള്ളു കേട്ടോ. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും നോക്കി അവിടെ നിന്ന് നമ്മുടെ സഫാരി പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് നിങ്ങൾ തൊട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് വനത്തിൻ്റെ അട കാണുന്നത്. തൊട്ടിപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ പാടങ്ങളും തരിശീലങ്ങളും കാണാൻ പറ്റുമെങ്കിൽ ആ ബോർഡറോട് പിന്നെ അങ്ങോട്ട് വനമാണ് കേട്ടോ. അതാണ് ബന്ദിപ്പൂർ ഫോറസ്റ്റ്. ഇനി ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ സഫാരി പോയിന്റിലേക്ക് എത്താം 5-6 കിലോമീറ്റർ ഉള്ളൂ. ഗുണ്ടൽപേട്ട് ഗ്രാമങ്ങളാണ് കാണുന്നത്. എൻ്റെ പേരെന്ന് വെച്ചാൽ ഇവരെങ്ങനെ ഈ മനസ്സമാധാനത്തോടുകൂടി ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നുള്ളതാണ്. കുറച്ചപ്പുറത്ത് ഏകദേശം 850 കിലോമീറ്ററോളം വിസ്താരം വരുന്ന കടുവകളുടെ സങ്കേതം. ഏകദേശം 200-ലധികം കടുവകളാട്ടോ, 200-ന് അടുത്ത് കടുവകളാട്ടോ അവിടെ ഉള്ളത്. അങ്ങനെ ഏകദേശം 8 മണിയോടുകൂടി ഞാനിവിടെ എത്തി കേട്ടോ. വന്നപ്പോഴേ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഇങ്ങനെയാണേ. സഫാരി പോയിന്റിൽ വന്നപ്പോഴേ കാട് നമ്മളെ മാടി വിളിക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കാട്ടിലേക്ക് വാ മക്കളേ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലില്ലേ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. ബസ് വേണ്ടവർക്ക് ബസ്സും ഉണ്ട്, ജിപ്സി വേണ്ടവർക്ക് ജിപ്സിയും ഉണ്ട്. ജിപ്സിക്ക് ആകുമ്പോൾ 1200, ബസ്സിനാകുമ്പോൾ 600 രൂപയാണ് ഫെയർ ചാർജ് എന്ന് പറയുന്നത്. 600 അല്ല 650. പക്ഷേ ബസ്സിനാകുമ്പോൾ 90 മിനിറ്റും ജിപ്സിക്കാകുമ്പോൾ 2 മണിക്കൂറും ഉണ്ട് കേട്ടോ കാട്ടിക്കൂടെ. ബസ്സിൽ പോകുന്ന കാര്യം ഞാൻ അതിരാവിലെ വന്നിട്ടുണ്ടെങ്കിലും ബസ്സിൽ പോയി ഞാൻ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ സെയിം ഫെയറിൽ അവരെന്നോട് ജിപ്സിക്ക് പോയിക്കോളാൻ പറഞ്ഞു. അതെനിക്കൊരു ലക്കായി. ഞങ്ങളുടെ തൊട്ട് മുന്നേ പോയിട്ട് തിരിച്ചു വരുന്ന കേട്ടോ. ഞങ്ങളാണ് ഞങ്ങളുടെ സഫാരി തുടങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ബെമ്പൽ കൊണ്ടിരിക്കുക. കൃത്യം 9 മണിക്ക് ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തേ. ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നമുക്ക് മെയിൻ റോഡിൽ കൂടെ പോകണം. അതിനുശേഷമാണ് നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്കുള്ള വഴിയിലേക്ക് കയറുന്നത്. പക്ഷേ ഈ മെയിൻ റോഡിലാണെങ്കിൽ മൃഗങ്ങളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഭാഗ്യമുള്ള പോലെയിരിക്കും. ഞങ്ങൾക്ക് എന്നാൽ ഈ മെയിൻ റോഡിൽ നിന്നൊന്നും ഞങ്ങൾക്ക് മൃഗങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല. കുറച്ചങ്ങ് മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കൊരു സാധനത്തിനെ കാണാൻ പറ്റി. ഇപ്പം കാണിച്ചു തരാം. കാട്ടിലേക്കുള്ള യാത്രയും അതിമനോഹരമാണ് കേട്ടോ. മൊട്ടക്കുന്നുകളും ഒപ്പം പച്ചക്കറി തോട്ടങ്ങളും എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ തൊട്ട് തന്നെ ഇതേപോലെ വേറൊരു വണ്ടിയും കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്തിരിക്കുന്ന ഡ്രൈവറും അപ്പുറത്തിരിക്കുന്ന ഗൈഡുമാണ്. ഗൈഡിന് അത്യാവശ്യം നല്ല വിവരമുണ്ട്. പക്ഷെ പുള്ളി പറയുന്നതെല്ലാം തെലുങ്കിലാണ്. എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും പുള്ളി പറയുന്നത്. ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള എൻ്റെ മനസ്സിലുള്ള ഒരൊറ്റ ടെൻഷൻ, ഇത് കഴിയല്ലേ, 2 മണിക്കൂർ കഴിയല്ലേ എന്നുള്ളതാണ് കേട്ടോ. അത് ഈ വണ്ടി കയറിയിരിക്കുന്ന എല്ലാവരുടെയും ടെൻഷൻ അത് തന്നെ ആയിരിക്കും. ഈ 2 മണിക്കൂർ പെട്ടെന്ന് തീരല്ലേ എന്നുള്ളതായിരിക്കും. അങ്ങനെ സഫാരി തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാനൊരു മിന്നായം പോലെ ഒരു ഗാഡീനെ കണ്ടു കേട്ടോ. പക്ഷേ ഡ്രൈവറാണ് കാണുകയും ചെയ്തില്ല. ഞങ്ങൾ പറഞ്ഞ പുള്ളി വണ്ടി ബാക്കോട്ട് നൈസായിട്ട് എടുത്തു കേട്ടോ. ഒന്നുകൂടെ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ടെ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തുമാത്രം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. ആളിച്ചിരി ദൂരത്തിൽ നിൽക്കുന്നത്. കരടിനെ കണ്ടവരെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരെ ഞാനാണ് ചാടി എഴുന്നേറ്റ് നിന്ന് കാണിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് മിന്നി പറഞ്ഞ് പോകുന്നുണ്ടോ, അവനാണ് നമ്മളെ കരടി. റൈഡ് തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കരടിനെ കണ്ടപ്പോൾ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. ഇനി മുന്നോട്ട് വന്നു പറയാം ഏതൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള മാനുകളെയും മാൻപേടകളെയും മാൻകൂട്ടത്തെയും നമുക്ക് ഇഷ്ടം പോലെ കാണാൻ കഴിയട്ടോ. മാനിനെ കൊണ്ട് മടുക്കും നിങ്ങൾ. ഇച്ചിരി ദൂരത്തായിട്ടാണ് ഈ പരിക്കുപറ്റിയ ആനകളെല്ലാം ശുശ്രൂഷിക്കുന്ന കേന്ദ്രം കേട്ടോ. കർണാടക സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഒരു ആന നിപ്പുണ്ട്. അവൻ എന്തൊരു പരിക്ക് പറ്റിയിട്ട് അവിടെ ശുശ്രൂഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ്. മാൻകൂട്ടങ്ങൾ രാവിലെ ആവശ്യം അധികം ഫുഡ് അടിച്ച് കയറ്റിയിട്ട് എല്ലാവരും നല്ല വിശ്രമത്തിലാട്ടോ. അത് രാത്രിക്കത്തെ ഉറക്കത്തിൻ്റെ ബാക്കി ക്ഷീണത്തിൽ കിടക്കുന്നതാണോന്നാവും. ഇവിടെ കുറച്ചൊരു എഴുന്നേക്കണ്ടേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കിടക്കുന്നു. ഇവിടെ വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ മാൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ കാണുന്നതോറും മടുക്കത്തില്ല അവിടെ എത്ര ഉണ്ടാലും. ഗൈഡ് നമ്മളോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കും. ഇനി നമ്മൾ കൊടും വനത്തിലേക്കാണ് കയറുന്നത്. ഒരിക്കലും പറഞ്ഞ നാച്ചുറൽ ഹാബിറ്റായിട്ട് നമ്മൾ ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. സോ സൈലന്റ് ആയിട്ടിരിക്കാനാണ് പറഞ്ഞേക്കുന്നത് നമ്മളോട്. അത് കേട്ട പിന്നെ എല്ലാവരും ജിജ്ഞാസയുടെ കൊടുമുടിയിലെത്തി കേട്ടോ. എപ്പോൾ വേണമെങ്കിലും എന്ത് മൃഗത്തെ വേണമെങ്കിലും കാണാമെന്നുള്ള രീതിയിലേക്കായി കാര്യങ്ങളെന്ന് പറയുന്നത്. ഇവിടെ നിന്നിട്ട് എല്ലാവരും ആഗ്രഹം എന്ന് പറഞ്ഞാൽ കടുവനെ കാണാമെന്നാണ്. കാരണം ഏകദേശം 200-ലടുത്ത് കടുവകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത്. മംഗലം ഡാമാണ് കേട്ടോ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ. ഇവിടെ സ്ഥിരമായിട്ട് പലതരത്തിലുള്ള മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്നതെന്നുള്ളതുകൊണ്ട് അവർ ഏകദേശം ഒരു 10 മിനിറ്റ് ഇവിടെ നിർത്തി തന്നോട്ടെ. ഏതെങ്കിലും മൃഗത്തെ നമ്മൾ കണ്ടോട്ടെ. കുറച്ച് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് ഇത് ക്ലിയർ ആവത്തില്ല. ആനകൾ വെള്ളം കുടിക്കാൻ നമുക്ക് കാണാൻ കഴിയും. ഗൈഡ് ടൈഗർ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എവിടെ നിന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. താഴെ നിൽപ്പുണ്ടെന്ന്. കാരണം അവർക്കത് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും നമുക്ക് അത്തരം സ്പോട്ടുള്ള കഴിവില്ല. ഈ വീഡിയോ കൂടെ എന്തായാലും കാണാൻ പറ്റത്തില്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരു സ്പോട്ട് കാണിച്ചു തരുന്നുണ്ട് ടൈഗറാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട്. നിർഭാഗ്യവശാൽ എൻ്റെ ലെഫ്റ്റ് എല്ലാം ടൈപ്പ്. അപ്പം നമ്മൾ വീണ്ടും മുന്നോട്ട് പോകും. കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് ടൈഗറിനെ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി കേട്ടോ.
നമ്മൾ ഈ സിനിമയിലും അതേപോലെ ആനിമേഷൻ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവം ഞാൻ നേരിട്ട് കണ്ടാവില്ല കേട്ടോ. മാനുകൾ അവിടെ നിന്ന് പൊല്ല് കഴിക്കുന്നു, ഇപ്പുറത്തൊരു ചെറിയൊരു അരുവി, എല്ലാം കൂടെ അടിപൊളി. ಇಂಡಿಯನ್ ಗೌರ್ ಎಲ್ಲ ಬೈಸನ್ ಅಂತ ಕರೀತಾರಲ್ಲ, ಬಟ್ ಬೈಸನ್ ಒಂದು ರಾಂಗ್ ಆಕ್ಚುಲಿ. ಸೊ ದಿಸ್ ನಾಟ್ ಬೈಸನ್. ಬೈಸನ್ ಇಸ್ ಬಫಲೋ ಫ್ಯಾಮಿಲಿ. ಸೊ ದಿಸ್ ಒನ್ ಇಸ್ ಬಿಗ್ ಕ್ಯಾಟಲ್ ಫ್ಯಾಮಿಲಿ. ಇಟ್ಸ್ ಕಾಲ್ ಇಂಡಿಯನ್ ಗೌರ್. ಇಂಡಿಯನ್ ಗೌರ್, GAUR, ಇಂಡಿಯನ್ ಗೌರ್. ಕನ್ನಡದಲ್ಲಿ ಕಾಟಿ ಅಂತ ಕರಿತೀವಿ. ಆಕ್ಚುಲಿ ಬೈಸನ್ ಇಸ್ ನಾಟ್ ಇನ್ ಇಂಡಿಯಾ. ಸೊ ಇಟ್ಸ್ ನಾರ್ತ್ ಅಮೆರಿಕಾ ಸೈಡ್ ಓನ್ಲಿ. ನಮ್ಮಲ್ಲಿ ಎಲ್ಲೂ ಬೈಸನ್ ಸಿಗಲ್ಲ ಇಂಡಿಯಾದಲ್ಲಿ, ಅದೆಲ್ಲ ನಾರ್ತ್ ಅಮೆರಿಕಾ ಇದೆಯಲ್ಲ ಅದ್ರ ಒಂದು ಸಿಗುವಂಥದ್ದು. ನಮ್ಮಲ್ಲಿ ಸಿಗುವಂಥದ್ದೆಲ್ಲ ಇದೆ ಇಂಡಿಯನ್ ಗೌರ್ ಅಂತ ಕರಿತೀವಿ. ಕನ್ನಡದಲ್ಲಿ ಕಾಟಿ ಅಂತ ಕರಿತೀವಿ. KG ಮೇಲೆ ಬರುತ್ತೆ. and females weight ಬಂದು 700 to 600 ವರೆಗೆ ಇರುತ್ತೆ. and it's like elephant breathing because group animal ಮತ್ತೆ ಮೈಗ್ರೇಟಿಂಗ್ ಅಂತ ಇದೆಲ್ಲ ಮೈಗ್ರೇಟಿಂಗ್ ಆಗುತ್ತೆ. പുള്ളി പറഞ്ഞു വെച്ചാൽ നമ്മൾ ഈ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണുന്ന കാട്ടുപോത്ത് എന്ന് പറഞ്ഞിരുന്ന സാധനം കാട്ടുപോത്തല്ല, ഇന്ത്യൻ ഗൗറാണ് പോലും. അതായത് കന്നുകാലി ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിലുള്ള. ഇന്ത്യൻ ബഫലോസ് ഇവിടെ ഇല്ല, സൗത്ത് ഏഷ്യയിലാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഇന്ത്യൻ ബഫലോസ് അല്ല, ബഫലോസ് കുടുംബത്തിൽപ്പെട്ട ആൾക്കാരൊന്നും ഇവിടെ ഇല്ലെന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. ഏകദേശം 1000 കിലോൻ്റെ അടുത്ത് വലിപ്പം വരുന്നതാണ് പുള്ളി പറയുന്നത്. അങ്ങനെ നിൽക്കുന്നു ആദ്യമായിട്ടോ ഞാൻ കാട്ടിൽ നിന്ന് ഒരു ആനനെ കാണുന്നത്. നമ്മൾ പൂരത്തിനൊക്കെ കാണുന്ന ആനനെ അതിൻ്റെ ഹാബിറ്റാറ്റിൽ പോകുന്നത് നമ്മൾ എൻ്റെ ഡിഫറെൻ്റ് ആണോ. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ കൊച്ചും ഉണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം എന്ന് പറയാൻ. സീരിയസ്ലി നമ്മൾ ഈ ആനത്തിന് നെറ്റിപ്പോട്ട് എഴുന്നള്ളിച്ചിരിക്കുന്ന ആനനെ കാണുന്നു, കാടിൽ വന്ന ആനനെ കാണാൻ രണ്ട് ഫീലാണ് കേട്ടോ. ഒരേ സമയം ജിജ്ഞാസയും പേടിയും കൊതിയും സ്നേഹവും ഭയവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഫീലിംഗ് എന്ന് പറയുന്നത്. ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത് അഗ്രസീവ് മൈൻഡ് അല്ല നിൽക്കുന്നത്, നോർമൽ കാമായിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലെന്നുകൊണ്ടാണ് പുള്ളി അത്രയും ധൈര്യത്തിൽ വണ്ടി അവിടെ നിർത്തി തന്നെ കേട്ടോ. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ആന ഞങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങി കേട്ടോ. ആനയുടെ വിചാരം ഞങ്ങൾ അതിനെ കുഞ്ഞിനെ ആക്രമിക്കാൻ വന്നതെന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ആക്രമിക്കാനുള്ള ഉദ്ദേശമല്ല, ഞങ്ങളെ ജസ്റ്റ് നിരീക്ഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആന ഞങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഗൈഡിനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല കേട്ടോ. കാരണം നമ്മളിത് ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആന നമ്മളെ തന്നെ നോക്കി നിൽക്കുക, ഏത് നിമിഷം എന്തും സംഭവിക്കുന്ന വിചാരിച്ചാൽ ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഗൈഡ് ഞങ്ങൾക്ക് ധൈര്യം തന്നുകൊണ്ടേയിരുന്നു, ഒരു പേടിയും പേടിക്കണ്ടെന്നുള്ള രീതിയിൽ. പക്ഷെ കാട്ടിലുള്ള ആനയൊന്നും കൊണ്ട് കാര്യമില്ല കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള ആനയുടെ അത്രയും ഒരു ആരോഗ്യം ഇല്ലാഞ്ഞിട്ടാണോ അതോ കാട്ടിലുള്ള ആനകൾ പ്രത്യേകമാണോ എന്ന് എനിക്കറിയത്തില്ല. പലയിടത്തും വാരിയിലൊക്കെ തള്ളി വെക്കുന്നത് കാണാൻ പറ്റും. ഇപ്പം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഇല്ലാഞ്ഞിട്ടല്ലായിരിക്കാം, മേ ബി അവരുടെ ഒരു ഹാബിറ്റാറ്റിൽ വളരുമ്പോൾ അവർ അങ്ങനെ ಆയിരിക്കാം. ಸೊಳ್ಳೆಗಳಿಗೆಲ್ಲ ಅವಾಯ್ಡ್ ಮಾಡೋದಕ್ಕೆ ಮತ್ತು ಬಾಡಿ ಟೆಂಪ್ರೇಚರ್ನ ಕೂಲ್ ಮಾಡ್ಕೊಳ್ಳೋಕ್ಕೋಸ್ಕರ ರೀತಿ ಮಣ್ಣು ಹಾಕೊಳ್ಳುತ್ತೆ. ಸೊ ಇಟ್ಸ್ ಕಾಲ್ಡ್ ಮಡ್ ಬಾತ್ ಅಂತ ಕರೀತೀವಿ. ಆ್ಯಂಡ್ ವೆರಿ ಲಾಂಗೆಸ್ಟ್ ಪ್ರೆಗ್ನೆನ್ಸಿ ಪೀರಿಯಡ್ ಅಂದರೆ ಎಲಿಫೆಂಟ್. ಸೊ 18 to 22 months ಆ್ಯಂಡ್ ಇಟ್ ಗಿವ್ಸ್ ಬರ್ತ್ ಒನ್ಸ್ ಇನ್ 5 years ಆ್ಯಕ್ಚುಲಿ. 5 ವರ್ಷಕ್ಕೆ ಬೇರೆ ಒಂದೇ ಒಂದು ಮರಿ ಹಾಕುವಂಥದ್ದು, ತುಂಬ ರೇರ್ ಟ್ವಿನ್ಸ್ ಹಾಕುವಂಥದ್ದು. ಸೊ ಅಲ್ಲೊಂದು ಎಲಿಫೆಂಟ್ ಬರ್ತಾ ಇದೆ ನೋಡಿ. അങ്ങനെ ഗൈഡ് ആനനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുത്തൻ്റെ ഒരു സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ. ಯೂಶಲಿ ಫೀಮೇಲ್ಸ್ಗಳು ಈ ರೀತಿ ಗ್ರೂಪಲ್ಲೇ ಕಾಣಿಸುವಂಥದ್ದು. ಸೊ ಮೇಲ್ ಬಂದು ಯಾವಾಗಲೂ ಸಿಂಗಲ್ ಆಗಿರುತ್ತೆ, ಅದಕ್ಕೆ ನಾವು ಕನ್ನಡದಲ್ಲಿ ಒಂಟಿ ಸಲಗ ಅಂತ ಕರಿತೀವಿ. ಸೊ ಮೇಲ್ ಯಾವಾಗ ಅಡಲ್ಟ್ ಆಗುತ್ತೋ ಅದನ್ನು ಗ್ರೂಪಿಂದ ಹೊರಗಡೆ ಹಾಕ್ಬಿಡ್ತಾರೆ, ಗ್ರೂಪಲ್ಲಿ ಸೇರಿಸ್ಕೊಳ್ಳಲ್ಲ. ഇതിൻ്റെ ആൺതൂണ് എവിടെയെന്ന് അന്വേഷിച്ചത് ഗൈഡ് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അതിപ്പോൾ മഡ്ബാത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 18 to 22 മാസം വരെയാണ് ആനയുടെ പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത്. വളരെ റെയറായിട്ട് മാത്രമേ ട്വിൻസൊക്കെ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ ഗൈഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മെയിൽ ആനയുടെ എൻട്രി. കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവർ ഒറ്റയ്ക്ക് ഉണ്ടാവാറില്ല, ഫാമിലി ആണെന്നുണ്ടെങ്കിൽ മെയിലും അതിൻ്റെ ഒപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതേ ആനയുടെ എൻട്രി വന്നേക്കുന്നത്. അതിൻ്റെ പുരുഷനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പെണ്ണിന് ഇച്ചിരി അഗ്രഷൻ കാണിക്കുന്നുണ്ടെന്നാട്ടോ ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വണ്ടി കുറച്ച് ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട്, കാരണം പെട്ടെന്ന് ഓടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്ത് പോകാനുള്ളൊരു ഗ്യാപ്പ് നോക്കി അവരിട്ടാണ്. പക്ഷേ കുഴപ്പമൊന്നും കാണിച്ചില്ല, അവരവരുടെ കാര്യം നോക്കിയിരിക്കുന്നു, നമ്മൾ അവരെ നോക്കി നിൽക്കുന്നു. വേറെ ആഗ്രഹമൊന്നും കാണിച്ചൊന്നുമില്ല. പക്ഷേ ഗൈഡ് പറഞ്ഞാൽ നമുക്ക് കേട്ടല്ലേ പറ്റുള്ളൂ. വണ്ടി നൈസായിട്ട് ഞങ്ങൾ മുന്നിലേക്ക് എടുത്ത് പോയി. ഇനി അടുത്ത മൃഗങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. കടുവയാണ് എന്നിരുന്നാൽ പോലും ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാവരുടെ ആഗ്രഹം. മയിലിനെയൊക്കെ ചീട്ടാമലക്കാർ കണ്ട് മടുത്തിരിക്കുന്ന, പക്ഷേ ഇരുന്നാൽ പോലും മയിൽ കാണാത്ത ആൾക്കാരും എൻ്റെ വീഡിയോ കാണുന്ന ആരും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഞങ്ങളെ സംബന്ധിച്ചോളം മയിൽ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു പുതുമയുള്ള കാര്യമല്ല. ഒറ്റയ്ക്ക് മാൻപാട് ആക്കുന്നത് അത് ഒന്നെങ്കിൽ ശത്രു ആക്രമിച്ചോ അല്ലെങ്കിൽ കടുവയെ പോലും അങ്ങനെ എന്തെങ്കിലും ആക്രമിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ ആക്രമിക്കുന്നതിന് രക്ഷപ്പെട്ട് വന്ന് നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മാൻപടം രക്ഷിക്കാനുള്ളതിനേക്കാളും കൂടുതൽ കൗതുകം തോന്നിയ കടുവനെ കാണാനായിരുന്നു കേട്ടോ. പക്ഷെ മാൻപാട് വിചാരിച്ചത് ഞങ്ങളെ മൈൻഡ് ഒരു ശത്രുവായിട്ടാണ് കണ്ടേക്കുന്നത്. നമുക്ക് അവധികളെ ഇറങ്ങി രക്ഷിക്കാനോ അല്ലെങ്കിൽ ഓടിച്ചുവിടാനൊന്നും പറ്റില്ല. കാടിൻ്റെതായ നിയമങ്ങളുണ്ട്, നമുക്ക് വണ്ടിയിൽ ഇരിക്കാൻ മാത്രമുള്ള അധികാരമേ ഉള്ളൂ. എങ്ങാനും കടുവ ഒന്ന് പിടിക്കുന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങളും നിൽക്കുന്നത് കേട്ടോ. ധൈര്യത്തിലല്ല, ആ ഒരു ആകാംക്ഷയിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്.
മാനിന്റെ മുഖത്തും ആ ഒരു പേടി കാണാമല്ലോ, തന്നെ ശത്രു ആക്രമിക്കാൻ എവിടുന്നോ ഒരു ശത്രു നോക്കി നിൽക്കുന്നുണ്ട്, താൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, ഏത് നിമിഷം എന്തും സംഭവിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് മാനും നിൽക്കുന്നത്. ബട്ട് കുറെ നേരം നോക്കി നിന്നിട്ടും ഒന്നും വരാത്തതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് വണ്ടി എടുത്ത് പോയി കേട്ടോ. അതുപോലെ ഞങ്ങളെ കൂടുതലുള്ള ആൾക്കാർ ഇതിന് മുന്നേ വേറെ എവിടെ പോയപ്പോൾ അവർ കടവിനെ കണ്ട വീഡിയോസൊക്കെ വരെയും കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർ ഇത് തന്നെ പറഞ്ഞു, നമുക്കും ബാക്കിയാണ്, നമുക്ക് കാണാൻ പറ്റും, കാണാനുള്ള സാധ്യത കൂടുതലാണെന്നൊക്കെയാണ് അവർ ഞങ്ങളോടും പറഞ്ഞ കേട്ടോ. നേരത്തെ കൂട്ടം തെറ്റിപ്പോയ മാൻകൂട്ടത്തിൻ്റെ കൂട്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ഒരു മാനിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണോ അത് എന്താണെന്ന് അറിയത്തില്ല. വണ്ടി വന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മാറ്റങ്ങളൊന്നും ഇല്ല. തൊട്ടടുത്തെത്തിയപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് മാറിപ്പോകുന്നേ കണ്ടേ. പക്ഷെ നിങ്ങൾ ഓട്ടം കാണാൻ നല്ല രസം ഉണ്ടായി, ഒന്നിനെ പിടിച്ചുകൊണ്ട് പോയാലെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കതൊന്നും ചെയ്യാൻ പാടില്ല. കാട്ടിൽ വന്നവർ കണ്ട് ആസ്വദിക്കുക, അത് മാത്രമാണ് നമുക്കുള്ള അധികാരം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന വ്യൂ പോയിന്റ് ആണ് കേട്ടോ. പക്ഷെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഒരേ സമയം വയനാടും കർണാടകയും തമിഴ്നാടും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. ಕೇರಳ ಈ ಕಡೆ ಬಂದು ತಮಿಳ್ನಾಡು ಮುದುಮಲೆ ಈ ಸೈಡ್, ಕರ್ನಾಟಕ ನಾಲ್ಕು ಬಂದು ಈ ಕಡೆ ಬ್ಯಾಕ್ ಸೈಡ್ ಸ್ಟೇಟ್ ಫಾರೆಸ್ಟ್. രണ്ട് മണിക്കൂറൊക്കെ വെറും 10 മിനിറ്റ് കൊണ്ട് പോയതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഈ ശരിക്കും പറഞ്ഞാൽ കടുവനെ അത്ര വ്യക്തമായിട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവർ ആ ദൂരത്ത് നിൽക്കുന്ന കടുവയെന്ന് പറഞ്ഞത് ജസ്റ്റ് മനസ്സിലാക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഷാനയുടെ മഡ്ബാത്ത് അങ്ങനെ 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 പല രീതിയിലുള്ള കാട്ടുപോത്തിനെ കണ്ടായിരുന്നു, നമ്മൾ മാൻപേടനെ കണ്ടായിരുന്നു, ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഭാഗ്യമാണ് ഇന്ന മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ. അവർ ഒരിക്കലും ഉറപ്പ് പറഞ്ഞത് ഇന്ന മൃഗങ്ങളെ കാണിച്ചു തരുന്നു പറഞ്ഞിട്ട്. എന്നിരുന്നാൽ പോലും ആ 2 മണിക്കൂറിൻ്റെ ത്രില്ലുണ്ടല്ലോ, അത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് എൻ്റെ തന്നെയാണ്. ഫാമിലിയായിട്ട് വരുന്നവർ എന്തായാലും കർണാടകയിലുള്ളവരാണെങ്കിലും കേരളത്തിലാണെങ്കിലും അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അധികം പൈസ ഒന്നും പൊടിക്കാണ്ട് ഈസി ആയിട്ട് ഇവിടെ വരാൻ പറ്റും. സീരിയസ്ലി എനിക്ക് ഇനിയും പൈസ ഉണ്ടാകുന്നുണ്ട്, ഞാൻ ഇനിയും വരും കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാന്നുള്ളത്. എന്തായാലും ഇവിടെ ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തി. ഇവിടെ വന്നാൽ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ബട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. ടീഷർട്ടിനൊക്കെ 900 രൂപ, ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഒരു അത്യാവശ്യം നല്ല റേറ്റ് പറയുന്നുണ്ട്. പൈസ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ്. ഞാൻ എന്തായാലും ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചേ ഉള്ളൂ. വന്നവർക്കും ഇതും വേണമെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കാനോ ഒക്കെ പറ്റും. പലതരത്തിലുള്ള ഐറ്റംസ് ഇവിടെ വരെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എന്ന് പറയുന്നത് 300-250 കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുന്ന മാഗ്നറ്റുകൾ സ്റ്റിക്കറുകളൊക്കെയാണ്. അതുപോലെ ഇങ്ങനെ മരത്തിൽ കൊത്തി വെച്ചിട്ട് ഇഷ്ടംപോലെ ഐറ്റംസ് വേറെയും ഉണ്ട്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അഗർബത്തീസ്, അതേപോലെ സ്മെല്ല് വരുന്ന തരത്തിലുള്ള അഗാറുകൾ, അതേപോലെ തന്നെ സെന്റുകൾ, എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അതെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി ഇവിടുത്തെ ബാത്റൂം ഇതാണ്. വലിയ കുഴപ്പമില്ലാത്ത ബാത്റൂം, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് വിചാരിക്കേണ്ട, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ബാത്റൂമാണ്. അപ്പോൾ അതും കൂടെ കാണിച്ചു തന്നേ ഉള്ളൂ, ജസ്റ്റ് കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടൈമിങ്സ് ഒക്കെ ആയിട്ട് ഇവിടെ വരുന്നവർ ഈ ടൈമിംഗ് ഒക്കെ നോക്കി വരുന്നതായിരിക്കും നല്ലത്. ജിപ്സിയുടെ ഒക്കെ റേറ്റ് എന്ന് പറയുന്നത് 650-ഉം 1200. അതായത് ജിപ്സിക്കാണെങ്കിൽ 1200 2 മണിക്കൂർ, ബസ്സിനാണെന്നുണ്ടെങ്കിൽ 600 രൂപ 90 മിനിറ്റ്. അങ്ങനെ എനിക്ക് തിരിച്ചു പോകാനുള്ള ബസ് കാത്തിരിക്കുമ്പോഴാണ് ഇത് ഉമ്മാറൊരു ഓട്ടമാണ് കണ്ടത്. എന്നാൽ പിന്നെ ഇതും കൂടെ ഇതിനകത്ത് കയറ്റിയേക്കാം, ഇരിക്കട്ടെ നമ്മുടെ ഒപ്പം. എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോസോട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.